അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രഭാതത്തിൽ അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ കൊതിയോടെ പങ്കെടുക്കാൻ വേണ്ടി ജാഗ്രതയോടെ എഴുന്നേറ്റ് വന്ന മക്കളെ ഞാൻ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറുപാടുന്ന വലതുകര നിൻ്റെ ശിരസിൽ പതിക്കട്ടെ. നിന്നെ ബുദ്ധിമുട്ടുകയും സങ്കടപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ജീവിത സാഹചര്യം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവേ, നിൻ്റെ രോഗങ്ങൾ, കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ രോഗങ്ങൾ, അവിടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ, ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പറ്റണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം ഉണ്ടാകാൻ കൃപാസൽത്താര ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ദൈവത്തിലെ നിൻ്റെ രഹസ്യമായ സങ്കടങ്ങൾ, പങ്കുവെക്കാൻ പറ്റാത്ത വിഷമതകൾ പരിശുദ്ധമായ ഈ നിമിഷം ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ വിഷയത്തെ ഓർത്തുകൊണ്ടും വ്യക്തികളെ ഓർത്തുകൊണ്ടും സംഭവത്തെ ഓർത്തുകൊണ്ടും ഇന്നലെ സംഭവിച്ച ചില മോശം കാര്യങ്ങൾ ഓർത്തുകൊണ്ടും നിൻ്റെ ഹൃദയം ഭാരപ്പെടുന്നുണ്ട്, ദൈവത്തിലെ പരിശുദ്ധമ്മ നിനക്ക് വേണ്ടി ഈ നിമിഷം മധ്യസ്ഥം വഹിക്കുന്നു. കർത്താവിൻ്റെ കരം നിന്നെ സ്പർശിക്കുന്നതെന്ന് ഓർക്കുക. കാരണം നിന്നെ കർത്താവ് ഓർക്കുന്നത് കൊണ്ടാണ് നീ ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത് ഓർക്കുക. നീ ദൈവത്തിൻ്റെ കരുണയിൽ നിന്നോ ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ നിന്നോ ദൈവത്തിൻ്റെ സന്ധിപ്പിൽ നിന്നോ ദൈവത്തിലെ നീ അകലെ അല്ലെന്നോർത്തുകൊണ്ട് നീ ആർത്ത് ഉല്ലസിക്കുക. കർത്താവെ, നിൻ്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് ഈ മക്കളുടെ കരുണ തോന്നണമേ. കർത്താവെ, നിൻ്റെ മുൾക്കെടുത്ത് ഓർത്തുകൊണ്ട് അതിൽ നിറ്റ് വീഴുന്ന രക്തത്തെ ഓർത്തുകൊണ്ട് കുടുംബത്തിൽ കരുണ തോന്നണമേ. കർത്താവെ, നിൻ്റെ കുരിശ് മരണത്തെ ഓർത്തുകൊണ്ട് ഈ കുടുംബത്തിൽ കരുണ തോന്നണേ. സർവോപരി എൻ്റെ കർത്താവെ, അങ്ങനെ മഹത്വപൂർണ്ണ തിരുവുത്ഥാനത്തെ അനുസ്മരിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ നിന്നെയും നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും കുടുംബപ്പുറപ്പുകളെയും നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളെയും എല്ലാ ലക്ഷ്യങ്ങളെയും എല്ലാ മാർഗങ്ങളെയും യേശുക്രിസ്തുവിന്റെ നാമത്തെ ആശീർവദിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
ഞാൻ പറയണത് ഇപ്പോൾ ബാങ്കിലും തന്നെ നമുക്ക് ലോൺ എടുക്കണം. ഇപ്പോൾ കൃപാസനത്തിൽ എന്തുമാത്രം ആൾക്കാരാണ് വരണത്, ലോൺ കിട്ടുന്നില്ല വെച്ചാൽ എന്താണ്. അപ്പോൾ അവർക്ക് കാനഡയിലോ ന്യൂസിലൻഡിലൊക്കെ പോകാനാണ് വിദ്യാഭ്യാസ ലോണും എന്താ കാര്യം. അവിടെ ചേട്ടൻ അല്ലെങ്കിൽ ബ്രദർ അല്ലെങ്കിൽ എൽഡർ സിസ്റ്റർ നേരത്തെ ലോൺ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ബാങ്കുകാരൻ നോക്കുമ്പോൾ ബാങ്കുകാരനെ സംബന്ധിച്ചിടത്തോളം സിവിൽ പോയിൻറ്റ്സ് കൗണ്ട് ചെയ്യുന്നതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, അവർ ആ അക്കൗണ്ടിൽ ഇട്ട പണം എപ്പോഴും എടുക്കുന്നവരാണോ. എപ്പോൾ പണം നമ്മൾ ഇട്ടിട്ട് എപ്പോഴും എടുക്കുന്നവരാണെങ്കിൽ അവർക്ക് ലോൺ കൊടുക്കത്തില്ല ബാങ്കുകാർ. എന്താ കാര്യം, ഇവർ കപ്പാസിറ്റി ഇല്ലാത്തവരാണെന്ന് മനസ്സിലാക്കുക, തിരിച്ചടയ്ക്കാൻ കഴിവില്ലാത്തവരാണ്. ഇപ്പോൾ നമ്മുടെ ഒരു അക്കൗണ്ടിൽ എപ്പോഴും വിഡ്രോയിലാണ് കാണുന്നത്. കുറച്ച് പണം വന്നിട്ട് പടപടാന്ന് വിഡ്രോയിൽ വരുന്നുണ്ട്. ഡിപ്പോസിറ്റ് വരുന്നേക്കാൾ വിഡ്രോയിലാണ് വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്? അതാണ് സിവിൽ പോയിൻറ്റ്സിൻ്റെ ഒരു കാര്യം. എന്താണ്? അതനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണെന്നുള്ളതുകൊണ്ട് ലോൺ കിട്ടത്തില്ല. അവർ പറയും സിവിൽ പോയിൻറ്റ്സ് ഇല്ലെന്ന് പറയും. അതിനൊക്കെ ഇങ്ങനെ നമ്മൾ എടുക്കുന്നതിനൊക്കെ പൈസയൊക്കെ എപ്പോഴും എടുത്തുകൊണ്ടിരുന്ന അതിനൊരു പോയിൻ്റ് ഉണ്ട്, മൈനസ് പോയിൻ്റാണത്. അതാണ് സിവിൽ പോയിൻറ്റ്സ്, അത് മൈനസ് പോയിൻ്റാണത്. പിന്നെ ചില ആൾക്കാരെന്ന് വെച്ചാൽ നേരത്തെ ഉള്ള ആൾക്കാർ, നിങ്ങളുടെ ബ്രദേഴ്സൊക്കെ വീട്ടിലുള്ളവർ ലോൺ എടുത്തിട്ട് നടത്തില്ലെങ്കിലും മൈനസ് പോയിൻ്റ് വരും. അപ്പോൾ എല്ലാം കൂടി അടുത്തൊരു ലോണിന് പറ്റാതെ വരും. അടുത്തൊരു ലോൺ കിട്ടുന്നത് അതിന് അവർ പറയണത് സിവിൽ പോയിൻ്റിലെന്നാണ് പറയണത്. ഇത് തന്നെയാണ് പ്രേയറിൽ വരുന്ന വിഷയങ്ങൾ. ദൈവത്തിൽ നിന്ന് നമ്മളൊരു അനുഗ്രഹം കൈപ്പറ്റുക, അതിന് നമ്മൾ തിരിച്ചടക്കേണ്ടത് നന്ദിയാണ്. ചില ആൾക്കാർ സാക്ഷ്യം പറയത്തില്ല, അപ്പോൾ നിങ്ങൾ സിവിൽ പോയിൻ്റ് പോകും. ഞാനതിൽ എപ്പോഴും സാക്ഷ്യം പറയുമോ എന്ന് പറയാം. എന്താ കാര്യം, ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് തിരക്കിയില്ലേ, 10 പേരല്ലേ സുഖപ്പെട്ടത്, 9 പേർക്കും തിരിച്ചടവില്ലല്ലോ എന്നല്ലേ പറയണത്. ലുക്ക 17:17. യേശു ചോദിച്ചു 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? 9 പേർ എവിടെ? അവർ തിരിച്ചു വന്ന് നന്ദി പറയാ. വായിച്ചെന്താ? അവർക്ക് ഈ വിജാതിയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അതാണ് സംഭവം. അപ്പം അതാണ് തിരിച്ചടവെന്ന് പറയണത്. നമ്മളൊരു അനുഗ്രഹം കൈപ്പറ്റിയാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത പരിപാടി തന്നെ തിരിച്ചടവ് എന്താണ്? ഓരോ അനുഗ്രഹത്തെ, ഇപ്പോൾ കല്യാണം നടന്നു, നീ പരീക്ഷ പാസ്സായി, അതിൻ്റെ പറമ്പ് വിറ്റു, അതിൻ്റെ തിരിച്ചടവ് എന്താണ്? ദൈവത്തെ. അപ്പോൾ ഞാൻ പള്ളിക്കൂടം നേർച്ചയിട്ട് കുർബാനയിലിച്ചെന്നൊക്കെ പറഞ്ഞൊരു കാര്യമില്ല. കടമയല്ലാത്ത കാര്യങ്ങളാണ്. എന്താണ്? ഈ വിജാതിനൊഴി ആർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലല്ലോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹത്വപ്പെടുത്തുന്നതിനാണ് തിരിച്ചടവെന്ന് പറയണത്. നിങ്ങൾക്ക് ചില ആൾക്കാർ കൃപാസനത്തിലേക്ക് വന്ന് എന്തുമാത്രം അനുഗ്രഹം കിട്ടിയാലും അവരൊരിക്കലും സാക്ഷ്യം പറയത്തില്ല. അതാ തിരിച്ചടവില്ല. കുറച്ച് കഴിയുമ്പോൾ ഇപ്പം ഞാനവരോട് പറയും, പൊതുവായിട്ട് പറയും, നിങ്ങളെ സാക്ഷ്യം പറയാതെ മുങ്ങുന്ന പാർട്ടിയില്ലേ, തിരിച്ചടക്കാതെ മുങ്ങുന്ന, നാളെ ഒരു ആവശ്യം വന്നാൽ ഇതിനേക്കാൾ ഗതികെട്ടൊരു ആവശ്യമായിരിക്കും നാളെ വരാൻ പോണത്. പക്ഷേ തിരിച്ചടവില്ലാത്ത കാരണം, ദൈവത്തെ മഹത്വപ്പെടുത്താത്ത കാരണം അത് ബ്ലോക്കായി പോകും. ഞാൻ ബിബ്ലിക്കലല്ല സംസാരിക്കണത്, കറക്റ്റായിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പം അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർ അറിയുമല്ലോ. ഇപ്പം നിങ്ങളിപ്പോൾ ദൈവത്തേക്ക് അനുഗ്രഹം അടിച്ചു മാറ്റി വെച്ചും നാട്ടുകാരുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ക്യാമത്തോ എന്നാണ് പറഞ്ഞിരിക്കണത്. അതാണ് ഇങ്ങനെ ബബ പറയേണ്ടത്. അത് സാക്ഷ്യം പറയാത്ത പരിപാടി അതാണ്. നാട്ടിലും വീട്ടിലും ബന്ധുക്കളുടെ ഇടയിലും എൻ്റെ പഠനം, എൻ്റെ കഷ്ടപ്പാട്, എനിക്ക് ഉണ്ടായിരുന്ന നമ്മുടെ ഒരു മാനുഷികമായിട്ടുള്ള കഴിവെന്നൊക്കെയാണ് പുറത്ത് തട്ടിവിട്ടിരിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നന്ദി എന്ന് രഹസ്യമായിട്ട് പറയും. നാട്ടുകാർ പറയും, എൻ്റെ മകൻ എന്തുമാത്രം പഠിച്ചു, അവൻ്റെ കൂടെ ഞാൻ ഉറക്കം ഒളിച്ച് കണ്ണിൽ എണ്ണയെ ഒഴിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയും. അത് അമ്മയും പറയും, മകനും പറയും, മകളും പറയും. അപ്പോൾ ദൈവത്തിനെ പറ്റിക്കും. അങ്ങനെ പിന്നീട് ഇതിനേക്കാൾ ഗതികെട്ട അവസ്ഥ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഒന്നുറങ്ങി നേരം വിളിക്കത്തില്ലേ. പരീക്ഷയ്ക്ക് ജയിച്ച് ജോലി കിട്ടി, ഇനിയിപ്പോൾ കല്യാണം കഴിക്കണ്ടേ? എൻ്റെ ദൈവത്തിലെ നിനക്ക് കല്യാണം കഴിച്ചുകൊണ്ടാണ് മകൻ കഞ്ചാവാണെങ്കിൽ തീർന്നില്ലേ? ഒരിക്കലും നിങ്ങളെ എന്തെങ്കിലും നേടിയെന്നും പറഞ്ഞ് പൊട്ടം കളിച്ച് ദൈവത്തിന് പണിയും കൊടുത്ത് പോരുത്. അതാണ് എപ്പോഴും ഓന്തോടിയാൽ വെയിൽ വരെ ഓടത്തുള്ളൂ. അതാണ് എൻ്റെ വിഷയം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാക്ഷ്യം പറയാനുള്ള കുടിശ്ശിക ഉണ്ടെങ്കിൽ തിരിച്ചു വന്ന് നിങ്ങളത് പറഞ്ഞ്
ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇപ്പോൾ ചില ആൾക്കാർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പോരായ്മയാണ്. അവർക്കൊന്നും അവരുടെ വീട്, അവരുടെ നാട്, ഞാൻ കളക്ടറാണ്, ഞാൻ തഹസിൽദാരാണ്, ഞാൻ അധ്യാപകനാണ്, അയ്യോ ഞാനിങ്ങനെ എന്ന് പറയുമ്പോൾ പിള്ളേരൊക്കെ കാണിക്കല് അവരെന്ത് വിചാരിക്കല്, ഞങ്ങൾക്ക് റോട്ടറി ക്ലബ്ബിലെ മെമ്പറാണ്, ലയൺസ് ക്ലബ്ബിൽ മെമ്പറാണ്, അവിടെ ചെറിയ പറയും നീ പ്രാർത്ഥനക്കാരനാണ് എന്നൊക്കെ ചോദിക്കത്തില്ലേ. ആൾക്കാർക്ക് മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കാൻ വേണ്ടി ദൈവത്തെ തള്ളിപ്പറയും, ദൈവത്തെ മഹത്വപ്പെടുന്ന പോരായ്മയുടെ കരുതും. റോമ 1:28 ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. പ്രൊട്ടക്ഷൻ പോയെന്ന് അർത്ഥം. അധമ വികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും അവരെ വിട്ടുകൊടുത്തെന്നാ പറയണത്. സിംഹങ്ങൾക്ക് ഇട്ടുകൊടുന്ന് പറഞ്ഞിട്ടില്ലേ? അവരുടെ പ്രൊട്ടക്ഷൻ പോയി. ഈ 10 കുട്ടികളെ സുഖപ്പെട്ടിട്ട് ഒരുത്തനല്ലേ തിരിച്ചു വന്നുള്ളത്. ആ 9 പ്രൊട്ടക്ഷൻ പോയി, സംരക്ഷണം പോയി. ഇനി അവന് ചിന്തയ്ക്ക് സംരക്ഷണമില്ല. എന്താണ് പറയണത്? എന്തൊക്കെ വിട്ടുകൊടുത്തിരിക്കണത്? അതൊന്ന് വായിച്ചേ. അധമ വികാരങ്ങൾക്ക്, പിന്നെ എന്താണ്? അനുചിത പ്രവൃത്തി. 2 കാര്യങ്ങൾ വരും. പ്രൊട്ടക്ഷൻ പോയി കഴിഞ്ഞാൽ സംരക്ഷണം പോയ 2 കാര്യങ്ങൾ സംഭവിക്കും. എന്താണ്? അധമ വികാരം ഉണ്ടാകും. അധമ വികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല സദ്വികാരം ഉണ്ടാകും, സദ്വികാരം ഇല്ലാത്ത മോശം വികാരം ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ശരി അത്ര വികാരം, ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ബന്ധു നിൻ്റെ വീട്ടിൽ നീ വന്നിട്ട് പറഞ്ഞു എൻ്റെ ചേച്ചി, എൻ്റെ ആൻറ്റി, എൻ്റെ അങ്കിള് ഇത് ഭയങ്കര കഷ്ടമാണ് കേട്ടാ, ഞാൻ അപ്പുറത്തെ വീട്ടിൽ കഴിക്കരുത്, നിങ്ങളുടെ വീടാണ്. ഞാൻ ഇപ്പോൾ വന്നിട്ട് കൂടെ ഞാൻ പണ്ട് വന്നതല്ലേ, ഇപ്പം ഞാൻ 10-15 കൊല്ലം ഇവിടെ ഈ പ്രദേശത്ത് വന്നിട്ട് ഇപ്പോൾ ഇവിടെ എല്ലാം മാറിപ്പോയി, ഞാൻ നിങ്ങളുടെ വീടാണ് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ കയറിയത്. അപ്പോൾ ആൻറ്റി പറഞ്ഞു നീ 2 നില 3 നിലയുള്ള വീട് നോക്കി കയറിയതാണല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട് കൊച്ചാണ് എന്ന് ഇവർ വെറുതെ ചുമ്മാ പറഞ്ഞതാണെങ്കിലും ആ വിരുന്നുകാരൻ പോയി കഴിഞ്ഞിട്ട് ഇവർ ഭാര്യയും ഭർത്താവും പറയും ഇത് പൊളിച്ചു പണിയാൻ പറയും. അതാണ് അർത്ഥമ വികാരം. അതിന് പോയി ലോൺ എടുക്കും 50 ലക്ഷത്തിൻ്റെ. അതിൻ്റെ ഇൻട്രസ്റ്റ് ഇവൻ്റെ പണി തീരാൻ പോയി. പ്രൊട്ടക്ഷൻ പോയി കഴിഞ്ഞാൽ അർത്ഥമ വികാരം വരും. അനുചിതമായിട്ടുള്ള അത് ഉചിതമല്ലല്ലോ. അത് അകപ്പാടൊരു ഒരു വീടല്ലേ ഉള്ളൂ, ഒരു മകനേ ഉള്ളൂ. ആ വീട്ടിലെ മുറി 8 ഉണ്ട്, താഴെ മുകളിലുമായിട്ട് ഒരു മകന് 8 മുറി. അനുചിതമല്ലേ? അത് വായിച്ചേ. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും അസൂയ, മത്സരം പോലെ അനുചിത പ്രവൃത്തി, ഉചിതമല്ലാത്ത പ്രവൃത്തി. എന്താണ്? അവർക്ക് സ്നേഹം പോയി കഴിഞ്ഞാൽ, ദൈവസ്നേഹം പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് അനുചിത പ്രവൃത്തികൾ വരും. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. അനുചിത പ്രവൃത്തി വരുന്നത് എപ്പോഴാണെന്ന് അറിയാവോ? സ്നേഹം പോയി ഇവർക്ക്. ഇവരിപ്പോൾ ഒരു മകനുണ്ട് അവിടെ, അവന് ആസ്ട്രേലിയയിലാണ് മറ്റാണ് പഠിക്കണത്. അവൻ അവിടെ കല്യാണം കഴിച്ച് അവിടെ വീട് സ്ഥലം മേടിക്കാൻ പോവുകയാണ്. ഈ അപ്പനും അമ്മയുടെ കാര്യം കട്ടത്തിൽ തീരാൻ കണക്കായി. ഇപ്പം എന്താണ്? എന്നിട്ട് ഇവരിവിടെ 8 നിലയുള്ള 8 മുറിയുള്ള വീട് ഇവിടെ വെച്ചിരിക്കുകയാണ്, താഴെ മുകളിലുമായിട്ട്. ഈ വീട് ഇവരുടെ കാലത്തിൽ ആരാണ്? അവരിങ്ങോട്ട് വരത്തില്ല. അനുചിത പ്രവൃത്തികൾ. ദൈവത്തെ മഹത്വപ്പെടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്വയം മഹത്വം ഉണ്ടാകും. ദൈവത്തെ മഹത്വപ്പെടുത്താതിരുന്നാൽ പിന്നെ എന്ത് ചെയ്യും? സ്വയം മഹത്വം ഉണ്ടാകും. അപ്പം മറ്റുള്ള മുമ്പിൽ ആളെങ്ങനെ കളിക്കാമെന്നത് നോക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രൊട്ടക്ഷൻ പോകും, സംരക്ഷണം പോകും. എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ അനുചിത പ്രവൃത്തികളുണ്ടാകും. പിന്നെ എന്താണ്? അധമ വികാരം ഉണ്ടാകും. എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ പോകും, തെറ്റായ തീരുമാനങ്ങൾ വരും. നിങ്ങൾ ശരി എന്നാൽ നമുക്കൊരു കൂട്ട് കമ്പനി തുടങ്ങാം, ബിസിനസ് തുടങ്ങാം. അവസാനം ഇങ്ങനെ ഏജൻറ്റ് പറ്റിച്ചെന്നും പറഞ്ഞുകൊണ്ട് അച്ഛനോട് എൻ്റെ അടുത്ത് വരും. അവൻ കൊണ്ടുപോയി വെച്ചാൽ ഈ 50 ലക്ഷം രൂപ അവൻ കൊണ്ടുപോയി പറയും. എന്നെടുത്ത തീരുമാനമാണിത്. ഏതോ കാലത്ത് ദൈവത്തെ പറ്റിച്ച് നീ എടുത്ത തീരുമാനമാണിത്. ദൈവത്തോട് ഇത് ചോദിക്കാൻ എടുത്ത തീരുമാനമാണ്. അതാണ് റോമ 1:28 ഭയങ്കര വചനമാണ്. അത് ആ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ സംരക്ഷണം പോകും. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം ഭയങ്കരമാണ്. 91:14 പറഞ്ഞത് നീ എന്നോട് ഒട്ടി നിന്നാൽ ഞാൻ നിന്നെ രക്ഷിക്കും. സങ്കീർത്തനം 91:14 എടുത്തേ. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി അതാണ് കണ്ട. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവനെ സംരക്ഷിക്കും. അപ്പോൾ നമുക്ക് ദൈവ സംരക്ഷണം അധമ വികാരങ്ങൾ ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, അനുചിത പ്രവർത്തികൾക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, കടങ്ങൾ കയറി മുടിയാതിരിക്കാൻ വേണ്ടി എന്താ വേണ്ടത്?
സ്നേഹത്തിൽ ഒട്ടി നിൽക്കണം, ദൈവത്തോട് നന്ദിയിൽ ഒട്ടി നിൽക്കണം. ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം. അതാണ് മഹത്വം എന്ന് പറയുന്നത്. അത് വാക്കിൽ കൊടുക്കാം, പ്രവൃത്തി കൊടുക്കാം. അതാണ് ഈ ഉടമ്പടി കസറണേൻ്റെ കാര്യം. അതാണ് അതിൻ്റെ അകത്ത് ഇതെല്ലാം കണ്ടൻറ് വൈസ് എല്ലാം കംപ്ലീറ്റ് ആൻഡ് റിച്ച് ആൻഡ് കംപ്ലീറ്റ് ആണ് സംഭവം. അപ്പം അതുകൊണ്ട് ഈ വചനങ്ങളുടെ നേരെ വഴികൾ വന്നിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. എന്നിട്ട് എന്തിനാണ് സംരക്ഷണം പുനഃസ്ഥാപിക്കുക. എൻ്റെ പേര് പ്രിയ, ഇതെൻ്റെ പപ്പ ജോയി. ഞങ്ങൾ വയനാട്ടിൽ മക്കിയാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരികയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഉടമ്പടി എടുക്കുന്നത് 2023 മാർച്ച് 24 അപ്പം ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ വരാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുടുംബത്തിൽ ഒരുപാട് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വളരെ വല്ലാണ്ട് എനിക്ക് ഫ്രസ്ട്രേഷനായി. അപ്പോൾ ഒരു സൂയിസൈഡിൻ്റെ വക്കിലെത്തിയിരിക്കുന്ന എന്നെ അപ്പം കിടക്കാൻ നേരത്ത് മോനെയും കൂട്ടി ഒന്നിച്ച് സൂയിസൈഡ് ചെയ്യാം എന്ന രീതിയിലായിരുന്നു അന്ന് രാത്രിയിൽ ഞാൻ തീരുമാനിച്ചിരുന്നത്. അപ്പം എനിക്ക് ആരോ ഒരാൾ കൃപാസനം പത്രം തന്നിരുന്നു. അപ്പം ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ തലവണ്ണയുടെ അടിയിലായിട്ടായിരുന്നു വെച്ചിരുന്നത്. പിന്നെ പേടി തോന്നുമ്പം ചെറുപ്പം മുതലേ ഞാൻ ഈ ബൈബിളും കൊന്തയും എൻ്റെ തലഭാഗത്ത് വെക്കുമായിരുന്നു പേടി കാരണം. അപ്പം അന്ന് രാത്രി കൊച്ചിനെയും കൂട്ടി സൂയിസൈഡ് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ മോനെ അവസാനമായിട്ടൊന്ന് ചുംബിക്കാം എന്ന് വിചാരിച്ച് മോനെ ഞാൻ ഉമ്മ വെച്ചപ്പം എൻ്റെ മോൻ പെട്ടെന്ന് തലവണ്ണയുടെ അടിയിലിരുന്ന കൃപാസനം പത്രം എനിക്ക് എടുത്തു തന്നു. അതിനുശേഷം അവൻ ഉറങ്ങിക്കിടന്ന്, അവന് വെറും 2 വയസ്സേ ഉള്ളൂ. അവൻ ഉറങ്ങിക്കിടന്ന് അവൻ പെട്ടെന്ന് ബൈബിളിൻ്റെ അടുക്കുന്ന ഒരു അധ്യായം എടുത്തിട്ട് അതിനകത്ത് അവൻ കൈ വെച്ചിട്ട് അവൻ കിടന്ന് ഉറങ്ങി. അപ്പോൾ എനിക്ക് സംശയം വന്നപ്പം ഞാൻ അവൻ്റെ കൈ എടുത്ത് മാറ്റിയിട്ട് ആ ഭാഗം വായിച്ചപ്പം അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 41-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം മുതലുള്ളതായിരുന്നു അവൻ്റെ കൈ ഇരുന്നത്. അപ്പം ഞാനത് വായിച്ചപ്പോൾ അതിനകത്ത് ഇപ്രകാരമായിരുന്നു എഴുതിയിരിക്കുന്നത്: നിൻ്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഏറ്റവും അവസാനം ഞാൻ ഇതെല്ലാം ചെയ്തു കഴിയുമ്പം നീ എൻ്റെ നാമം മഹത്വപ്പെടുത്തുമെന്നുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളടക്കം ഞാൻ അനുഭവിച്ചു പോന്നിരുന്ന വേദനകൾ മുഴുവൻ ദൈവം എനിക്ക് വേണ്ടി പരിഹാരം ചെയ്യുമെന്നും എന്നെ വേദനിപ്പിച്ചവർക്കെതിരെ കർത്താവ് ശക്തമായിട്ട് നിൽക്കുമെന്നായിരുന്നു അതിൻ്റെ ഒരു ഉള്ളടക്കം വന്നിരുന്നത്. എനിക്കതിനകത്തുനിന്ന് വളരെയധികം സ്വാതന്ത്ര്യം വന്നു. ആ സമയത്ത് എനിക്ക് കിട്ടേണ്ട ഒരു സ്വാതന്ത്ര്യമായിരുന്നു അത്. അപ്പം പെട്ടെന്ന് ഞാൻ ചിന്തിച്ചത് എത്ര തെറ്റായിപ്പോയെന്ന് എനിക്ക് ആ ഒരു നിമിഷം തന്നെ തോന്നി. അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ തീരുമാനമെടുത്തു, ആ വീട്ടിൽ നിന്ന് അവർക്ക് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ആ വീട്ടിൽ നിന്ന്, എൻ്റെ ഭർത്താവ് എന്നെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി ആ സമയത്ത് അവർക്ക്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഞാൻ ഏറ്റവും മൂത്തതാണ്. അപ്പം എൻ്റെ അനിയൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പം ഒരു മാസം എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടുന്ന ഒരു കുടുംബത്തിലോട്ട് ഒരു കുഞ്ഞിനെയും കൊണ്ട് കയറി ചെല്ലുമ്പം അവർക്ക് ഞാൻ ബാധ്യതയായാലോ എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയത്. അപ്പം പെട്ടെന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തീരുമാനിച്ചു. മമ്മീനെ വിളിച്ച് പറഞ്ഞു. അപ്പം ഞങ്ങൾ ബുക്ക് ചെയ്ത് നോക്കി, സ്വന്തം വാഹനത്തിലാണെങ്കിലും വരാമെന്നുള്ള രീതിയിൽ. പക്ഷേ ഞങ്ങൾക്ക് കൃപാസനത്തിലോട്ട് പോകുന്ന ബസ്സുണ്ട് വയനാട്ടിൽ നിന്ന്. അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് കൃത്യം മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ പപ്പയ്ക്ക് വലിയൊരു ആക്സിഡൻറ്റ് പറ്റി. ഞങ്ങളുടെ അവിടുന്ന് ഞങ്ങൾക്കൊരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞ പ്രളയത്തിൽ കുത്തി ഒലിച്ചു പോയി. അപ്പോൾ അത് കെട്ടിപ്പണിതിരുന്നത് ഈ പാറക്കല്ല് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ പാറക്കല്ല് മുഴുവൻ പുഴയുടെ ശക്തിയായ വെള്ളത്തിൽ അത് വന്നിട്ട് ഇങ്ങനെ കൂർത്ത് അവിടെ നിൽപ്പുണ്ട് ആ സൈഡിൽ. അപ്പം ഞങ്ങൾ ഈ പാലത്തിലോട്ട് കയറാൻ വേണ്ടി ഒരു മരത്തടിയായിരുന്നു വെച്ചിരുന്നത്. അപ്പം പപ്പയും അത്യാവശ്യം അപ്പുറ ഭാഗത്തുള്ളവരെല്ലാം സ്കൂട്ടി അതിനകത്തൂടെ ആയിരുന്നു കടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പപ്പ അതിൽ കൂടെ സ്കൂട്ടി കടത്തിയതും സ്കൂട്ടി അടക്കം പപ്പ ആ പാറക്കല്ലിലോട്ട് വീണതേ പപ്പയ്ക്ക് ഓർമ്മയുള്ളൂ. പിന്നെ പപ്പയ്ക്ക് അനക്കമില്ല. മമ്മി മാത്രമേ ഇത് കണ്ടുള്ളൂ. മമ്മി 100 മീറ്റർ ഓടി വീട്ടിൽ വന്ന് മോളെ പപ്പ പോയി എന്ന് പറഞ്ഞതും ഞാൻ അവിടുന്ന് 100 വിട്ട് ചെന്ന് പപ്പയുടെ പൾസ് നോക്കുമ്പോൾ പപ്പയ്ക്ക് പൾസില്ല, കണ്ണ് നോക്കാൻ പറ്റുന്നില്ല. കാരണം കണ്ണ് മുഴുവൻ എഡിമയായി ബ്ലീഡിങ് ആയിട്ട്. അപ്പം എനിക്ക് ശ്വാസമൊന്നും എനിക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ട്, ഞാനൊരു നേഴ്സാണ്. പെട്ടെന്ന് അവിടുന്ന് ഞാൻ CPR സ്റ്റാർട്ട് ചെയ്തു. 2ാമത്തെ സൈക്കിളിൽ പപ്പ റിവൈവ് ചെയ്തു, റെസ്പോണ്ട് ചെയ്തു. അപ്പം എൻ്റെ ഹസ്ബൻഡ് അവരുടെ വീട്ടുകാർക്കെതിരെ ഞാൻ ചെറിയൊരു കേസ് കൊടുത്തതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് അത്ര ദേഷ്യത്തിലായിരുന്നു എന്നോട്. പക്ഷേ അന്നത്തെ ദിവസം എൻ്റെ കുഞ്ഞിനെ കാണാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നു. ഒരു മടിയും കൂടാണ്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പപ്പനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കറക്റ്റ് സമയത്തിന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ ആദ്യത്തെ സ്കാനിങ് ആണിത്. ഈ ആദ്യത്തെ സ്കാനിങ്ങിനകത്ത് CT സ്കാനിങ്ങിനകത്ത് ഇത് എപ്പിഡ്യൂറൽ ഹെമറേജ്, അതായത് ബ്രെയിനിൻ്റെ ഉള്ളിൽ ബ്ലീഡിങ്ങും പപ്പയുടെ ടെമ്പറൽ റീജിയനകത്ത് നല്ല പൊട്ടലും ഉള്ളതായിട്ടാണ് കാണിച്ചത്. ഡിസ്പ്ലേസ്ഡ് ബോൺ ഫ്രാക്ചർ എന്നായിരുന്നു കാണിച്ചത്. ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുമ്പം പൊട്ടി മാറിപ്പോയി എന്നാണ് അർത്ഥം.
അപ്പം അവർ പറഞ്ഞു ഇൻറ്റിബേഷൻ്റെ ആവശ്യമുണ്ട്, ആളെ തിരിച്ച് കിട്ടുമെന്ന് അറിയത്തില്ല, അങ്ങനെ പറഞ്ഞപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ഹയർ സെൻറ്ററിലോട്ട് റെഫർ ചെയ്യാൻ പറഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞു പൈസ പ്രശ്നമല്ല, എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം. അപ്പോൾ അവർ എമർജൻസി ICU വാഹനത്തിനകത്ത് ഒരു ഡോക്ടറും 2 നേഴ്സുമാരും അടങ്ങുന്ന വാഹനത്തിൽ കോഴിക്കോടോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പം ആകപ്പാട് ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നത് കൃപാസനത്തിലെ പത്രം മാത്രമായിരുന്നു. അപ്പം പ്രാർത്ഥിച്ച് മാതാവിനോട്, മാതാവേ ഞാൻ അവർക്കെതിരെയായിട്ടുള്ള കേസ് പിൻവലിച്ചോളാം, പക്ഷേ എൻ്റെ പപ്പേനെ എനിക്ക് തിരിച്ചു തരണമെന്ന് ഞാൻ അവിടെ നിന്നിട്ട് മാതാവിനോട് പ്രോമിസ് ചെയ്ത് പ്രാർത്ഥിച്ചു, ഞാൻ എൻ്റെ പപ്പേനെ തിരിച്ചു തരുവാണെങ്കിൽ. അപ്പം കൃപാസനം പത്രം പപ്പയുടെ സ്ട്രെച്ചറിൽ വെച്ചിട്ട് കോഴിക്കോടോട്ട് വിട്ടു. അത്ഭുതം എന്നാണ് പറയേണ്ടത്, ശരിക്കും മിറാക്കിളാണ്. കോഴിക്കോട് എത്തി അന്നേ ദിവസം ചെയ്ത CT സ്കാനിനകത്ത് ഡിസ്പ്ലേസ്ഡ് പോൺ അൺഡിസ്പ്ലേസ്ഡ് എന്നാണ് വന്നിരുന്നത്. അൺഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ പൊട്ടി അകന്നിരുന്ന പോണ് ഒന്നിച്ച് ചേർക്കപ്പെട്ടു. അവിടെ 5 mm തിക്നെസ് ഉണ്ടായിരുന്ന ബ്ലീഡിങ് ചെറിയ മിനിമൽ ബ്ലീഡിംഗ് ആയിട്ട് മാറി. അവിടെ എപ്പിഡ്യൂറൽ ഹെമറേജ് ഉണ്ടായിരുന്നില്ല, അത്രയും ഹെമറേജ് ഉണ്ടായിരുന്ന 5 mm തിക്നെസ് ഉണ്ടായിരുന്ന ഹെമറേജ് അത് ഒട്ടും തിക്നെസ്, അവിടെ ഒരു എപ്പിഡ്യൂറൽ ഹെമറ്റോമ കോസ് ചെയ്യാണ്ട് അത്രയും ക്ലീനായിട്ട് പപ്പയുടെ ആ മുറിവ് മാറ്റി. ഒരു ദിവസം പോലും അവരവിടെ അഡ്മിറ്റ് ചെയ്തില്ല. അവർ പറഞ്ഞു നിങ്ങളൊരു നേഴ്സല്ലേ, നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി ഞാൻ ഇഞ്ചക്ഷൻ പ്രിസ്ക്രൈബ് ചെയ്യാം, ആ ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പപ്പേനെ കൊണ്ടുവന്നു. ഞങ്ങളുടെ വീട്ടിലോട്ട് റോഡ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ വെറും 5 ദിവസം മാത്രമേ പപ്പേനെ വെച്ചത്. പപ്പ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇപ്പോഴും പപ്പ വണ്ടി ഓടിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യും, പണിയെടുക്കുന്നു. ഞങ്ങൾക്ക് പൈസയുടെ അത്രയ്ക്കും ടഫായിരുന്ന സമയത്ത് പോലും ഒരൊറ്റ പൈസ ഞങ്ങൾക്ക് പോക്കറ്റിൽ നിന്ന് പോയില്ല എന്നുള്ളതാണ് ഏറ്റവും വലുത്. ഒരു പ്രശ്നവും ഞങ്ങൾക്ക് വന്നില്ല. അതഞ്ഞ് രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുമ്പോൾ എനിക്ക് OET പഠിച്ച് ഇവിടുത്തെ നിയോഗത്തിൽ ഞാൻ 6 നിയോഗത്തിൽ എനിക്ക് OET പഠിച്ച് പുറത്ത് പോകണം, എനിക്ക് ഫാമിലിയോടൊപ്പം പോകണം എന്നായിരുന്നു. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ എഴുതി. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഉടമ്പടി എടുത്തപ്പോഴാണ് എനിക്ക് എഴുതാൻ കിട്ടിയത്. അപ്പോൾ എഴുതിയപ്പോൾ എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ 2 B 2 C+ വരുന്നു, അതായത് മാൾട്ടയ്ക്ക് പോകാം എന്നൊരു രീതിയിൽ. അപ്പം മാൾട്ടയ്ക്ക് പോകണമെങ്കിലും 6 lakhോളം വേണം. അപ്പോൾ അത്രയും പൈസ ഉണ്ടാക്കാനും എൻ്റെ ഫാമിലീനെ സംബന്ധിച്ച് അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ മാതാവിനോട്, എന്നാലും എനിക്ക് മാതാവ് ഇത് തന്നല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ പപ്പേനെ കൊണ്ടുവന്നില്ലായിരുന്നു. അപ്പം ഞാനിവിടെ വന്നപ്പം എന്നോട് ജീന സിസ്റ്റർ പറഞ്ഞു പപ്പേനെ കൊണ്ടുവരണം, പറഞ്ഞു ഇത്രയും വലിയ സാക്ഷ്യമല്ലേ, അതൊരു പപ്പേനെ കൊണ്ടുവന്നാലേ അതിൻ്റെ ഒരു ഇതുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പപ്പേനെ കൊണ്ടുവരാൻ അടുത്ത പ്രാവശ്യം എന്ന്. അപ്പം അത് കൂടാണ്ട് ഞാൻ പോകാൻ നേരത്തെ സിസ്റ്റർ എന്നോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം നീ വരുമ്പം നീ വിസയും കൂടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സംശയമായി. അപ്പം ഞാൻ ഇവിടുന്ന് പോയി രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ജോസഫച്ചനെ കണ്ടു. ജോസഫച്ചൻ പ്രാർത്ഥിച്ച് തരുന്ന ഒരു കാശ്രൂപം തന്നു. കാശ്രൂപം എടുത്ത് ഞാൻ രണ്ടാമത് വെറും 10 ദിവസത്തെ മാത്രം പിന്നെ ഓഫ്ലൈൻ ക്ലാസ് എടുത്ത് ഞാൻ എക്സാം എഴുതി. ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം റിസൾട്ട് വന്നു. എല്ലാ മൊഡ്യൂളിലും B സ്കോർ കിട്ടി, എനിക്ക് UK സ്കോർ കിട്ടി. ഞാൻ പ്രോസസ്സിങ്ങിന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് പറഞ്ഞു തീർക്കാൻ. കാരണം ഈ 2 മാസത്തിനുള്ളിൽ ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചോദിച്ചതൊന്നും എനിക്ക് കിട്ടിയില്ലല്ലോ മാതാവേ, എനിക്ക് എക്സ്ട്രാ കരിക്കുലറായിട്ട് എനിക്ക് ഇങ്ങനെയുള്ള കുറേ അനുഗ്രഹങ്ങളുണ്ട് പപ്പയുടെ കാര്യമായിട്ടും ഫാമിലി പരമായിട്ടും. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഓക്കെയാണ് ഞാനുമായിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷേ അതിനകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ അത്യാവശ്യമായി ചോദിച്ച കാര്യങ്ങൾ നടന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ 3ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് ഒരുപാട് കുറവുകളുണ്ടായിരുന്നു. ഈ ഞാൻ ചോദിച്ച കാര്യങ്ങൾ എനിക്ക് നേടിത്തരാൻ വേണ്ടി എന്നിലെ ചില കാര്യങ്ങൾ നേരെയാക്കേണ്ടതുണ്ടായിരുന്നു. അത് ആ 2 ഉടമ്പടിയുടെ സമയത്ത് അമ്മ അത് നേരെയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എന്ന് എനിക്ക് തിരിഞ്ഞതാണ് 3ാമത്തെ ഉടമ്പടിയിൽ. എനിക്കെൻ്റെ രജിസ്ട്രേഷനിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ അമ്മ ഓരോന്ന് ക്ലിയർ ചെയ്തു. ഇപ്പോൾ എനിക്ക് ഡയറക്റ്റായിട്ട് UKക്ക് അപ്ലൈ ചെയ്യാം. പ്രോസസ്സിങ്ങിന് ഞാൻ കേരള രജിസ്ട്രേഷന് ഒരു തടസ്സം ഉണ്ടായിരുന്നു, മാറി കിട്ടി. അതിൻ്റെ രജിസ്ട്രേഷൻ വന്നു. ഇന്നോ നാളെയോ അതിൻ്റെ കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പ്രോസസ്സിങ് ചെയ്യാൻ തുടങ്ങാം. പിന്നെ എനിക്ക് വേറൊന്ന് പറയാനുള്ളത്, എനിക്ക് വാഹനം ഓടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. 2 വീലറായിരുന്നു എനിക്ക് ഭയങ്കര പേടി. എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു, എല്ലാ പിള്ളേരും നിൻ്റെ പ്രായത്തിലുള്ളത് വണ്ടി ഓടിക്കും, നിനക്കൊന്നും അറിയത്തില്ല. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് സ്കൂട്ടി വാങ്ങി തന്നു. എനിക്ക് പട്ടിക്ക് മുഴുവൻ തങ്ങ കിട്ടിയ പോലെ എനിക്ക് അറിയത്തുമില്ല, ഓടിക്കാനും അറിയത്തില്ല. അപ്പം ഞാൻ വീട്ടിൽ കിടന്ന് വെറുതെ ഉരുട്ടി പഠിച്ചു. വെറും ഒരാഴ്ച കൊണ്ട് ഞാൻ സിറ്റി കൂടെ ഡ്രൈവ് ചെയ്ത് തുടങ്ങി. ഇപ്പം എൻ്റെ ആത്മവിശ്വാസം എനിക്ക് വയനാട്ടിൽ നിന്ന് വേണമെങ്കിൽ ഇവിടം വരെ സ്കൂട്ടി എടുത്തുകൊണ്ട് വരാനുള്ള ധൈര്യം എനിക്കുണ്ട്. ഞാൻ കോഴിക്കോട്, പേരാമ്പ്ര എല്ലാ ഭാഗത്തൂടെ ഒറ്റയ്ക്ക് ഞാനിപ്പോൾ സ്കൂട്ടിക്ക് പോകും, എനിക്ക് പേടിയില്ല. പിന്നെ മാതാവ് എനിക്ക് തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ദിവസം മുഴുവൻ ഇവിടെ നിന്ന് പറഞ്ഞാലും തീരില്ല, അത്രമാത്രം ഉണ്ട്. പക്ഷേ എൻ്റെ മെയിനായിട്ട് എനിക്ക് സാധിക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളൂ. കോടാനുകോട് കാര്യങ്ങൾ ഇപ്പോഴും അന്ന് മുതലേ നടന്നുകൊണ്ടിരുന്നത് ഞാൻ റിയലൈസ് ചെയ്യാണ്ട് പോയ കാര്യങ്ങളും ഉണ്ട്.
ഇപ്പം ഞാൻ ഓരോ കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം മാതാവ് എൻ്റെ കുടുംബത്തിൻ്റെയും കാര്യത്തിൽ കെയർഫുൾ ആയിരുന്നു എന്നത്. അപ്പം മെയിനായിട്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് സെൻറ്റ് സ്കോളാസ്റ്റിക്ക ഹോസ്പിറ്റലിലാണ്. അവിടെ ഒരു ആതുര സേവന സംവിധാനമുണ്ട്. അപ്പോൾ അവിടെ അമ്മച്ചിമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ മാക്സിമം ടൈം അവരുടെ അടുത്ത് യൂട്ടിലൈസ് ചെയ്യാനും അവരുടെ സന്തോഷിപ്പിക്കാനും ഉള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ഒട്ടും കഷ്ടപ്പെടാണ്ട് എൻ്റെ അമ്മ എനിക്ക് സൈഡിൽ ആക്കി തന്നു. ഞാൻ എവിടെയും പോകേണ്ട വന്നില്ല, എനിക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിന് എങ്ങും പോകേണ്ട വന്നില്ല. എൻ്റെ ചുറ്റും എനിക്ക് ഒട്ടും സമയം അതിന് കണ്ടെത്തേണ്ട വന്നില്ല. എക്സ്ട്രാ ഒട്ടും ആരോഗ്യം കളയാണ്ട് ഒട്ടും അധ്വാനിക്കാതെ അമ്മ എനിക്കെല്ലാം സൈഡിൽ എന്നെക്കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ച് പോകുന്നുണ്ട്. ഞാൻ ഏറ്റവും സന്തോഷത്തോടെ എനിക്ക് അമ്മ തന്ന ആ സംവിധാനങ്ങളൊക്കെ ഞാനിപ്പോൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പത്രം കിട്ടുമ്പോഴും കൃപാസനം പത്രം കിട്ടുമ്പോഴും അസുഖമുള്ളവർ വരുമ്പോൾ കൃപാസനം തൈലം കൊടുത്തും ഉടമ്പടി തൈലം കൊടുത്തും ഒക്കെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനിയും ഞാനത് മുമ്പോട്ട് കൊണ്ടുപോകും. എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിനെയും കെട്ടിയവനെയും ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയി ആദ്യത്തെ ലീവിന് ഞാൻ അവരെ ഞങ്ങൾ 3 പേര് പിന്നെ ഇവിടെ വരും സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്. ഒരുപാട് അനുഭവങ്ങൾ, ഇപ്പോൾ ഒരു ദിവസം നിന്ന് പറഞ്ഞാൽ പോലും തീരാത്തത്ര അനുഭവങ്ങൾ ഉള്ള വ്യക്തികളെയാണ് നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് മകൾ പറഞ്ഞു അസാധ്യമാണെന്ന് കരുതിയ എന്നാൽ സാധ്യമായി തീർന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ സാക്ഷ്യമായിട്ട് പറഞ്ഞത്. ഈ സാക്ഷ്യത്തിൻ്റെ ആരംഭം, ഒരു ഉടമ്പടിയുടെ ആരംഭം ഇതിൽ ആരോ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എന്നോ കൊടുത്തൊരു പത്രത്തിൻ്റെ കാര്യമാണ് ഇവിടെ റെഫറൻസിൽ ഫസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു പക്ഷേ അത് മേടിക്കുന്ന 90% പേരും അത് സ്വീകരിക്കുമോ, അത് കൊടുക്കാതിരിക്കുമോ. പക്ഷേ അത് ഏത് സാഹചര്യത്തിലാണ് ആ പത്രം, അല്ലെങ്കിൽ എപ്പോഴും ജോസഫ് അച്ഛൻ പറയണത് പോലെ ഒരു മാതാവിൻ്റെ കരം പോലെ, ഒരു പ്രത്യാശ പോലെ ഒരുപാട് ജീവിതത്തിൽ നിങ്ങളിവിടെ യൂട്യൂബിൽ വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ പേര് കണ്ടിട്ടുള്ള സാക്ഷ്യങ്ങളുടെയൊക്കെ ആരംഭം ഇതുപോലെ വെച്ചിട്ട് പോയതും മറന്നുപോയതും കൊടുത്തതുമായിട്ടുള്ള ഈ ഒരു പത്രത്തിൽ നിന്ന് അതൊരു പക്ഷേ മാതാവിൻ്റെ കരമാണെന്ന് പോലും നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കേണ്ട വലിയൊരു സാന്നിധ്യം മാതാവ് ഇതിലൂടെ നൽകുന്നുണ്ട്. പക്ഷേ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് കയ്യിൽ കാശ് രൂപമോ ഉടമ്പടിയിലെ വസ്തുക്കളൊന്നുമില്ല. അപ്പം അന്ന് തലയണയുടെ അടിയിൽ വെച്ചിരുന്ന പത്രം ജീവിതം അവസാനിപ്പിക്കുവാനായിട്ടൊക്കെ ചിന്തിച്ചിരുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ദൈവത്തെ ആത്മാർത്ഥമായിട്ട് വിളിച്ചു പോകുന്ന സമയത്ത് അത് ആ കുഞ്ഞ് തന്നെ എടുത്ത് കരങ്ങളിൽ കൊടുത്തതിന് ശേഷമാണ്. അങ്ങനെയാണ് ഈ സാക്ഷ്യത്തിൻ്റെ ആരംഭം ഉണ്ടാകുന്നതും. പിന്നീട് നെക്സ്റ്റ് അത് ബൈബിളിലേക്കാണ് വരണത്. അപ്പോൾ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ വെറുതെ കേട്ടു പോരുത്. അതിൻ്റെ ഒരു ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് അതിൽ. പിന്നീട് ബൈബിളിൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു സന്ദേശം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതും പിന്നീട് അങ്ങോട്ട് ഈ ജീവിതം വീണ്ടെടുത്ത് ഇന്ന് ഈ അൾത്താര വരെ വന്ന് നിൽക്കുന്ന വിശ്വാസയാത്ര വളരെ ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞു. അതിൽ നമ്മൾ പറയുന്ന പോലെ മാതാവ് ചിലപ്പോൾ ഈ 3 പുതുക്കായിട്ടും ജീവിതത്തിൽ ഇടപെടുന്നില്ല എന്ന് തോന്നി പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് തന്നെ ഒരു ബോധ്യം നൽകിയിട്ടാണ് അൾത്താര നിൽക്കുന്നത്. തൻ്റെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും മാതാവ് ക്രമീകരിക്കുന്നുണ്ട്. അപ്പച്ചന് ലഭിച്ച സൗഖ്യം ക്രമീകരിക്കുന്നതിനോടൊപ്പം ഈ മകളുടെ ജീവിതവും കൂടി ക്രമീകരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരുമിച്ച് വരികയാണ്. ഒരു പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം അതാണ്, പരസ്പരം മാറി ജീവിക്കുവാനുള്ളൊരു തീരുമാനത്തിൽ നിന്ന്. ഇതിപ്പോൾ ആദ്യത്തെ സാക്ഷ്യമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുപോലെ വന്ന സാക്ഷ്യങ്ങളുണ്ട്. അപ്പം ദൈവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സെറ്റിൽമെൻറ്റ് നടത്തുന്നതെന്ന് നമുക്കറിയത്തില്ല. ഒരു കാര്യം അറിയേണ്ടത്, ദൈവത്തിനോട് ചേർന്ന് അതുകൊണ്ട് കർത്താവ് എപ്പോഴും പറയണം, നിങ്ങൾ എന്നിലും നിലനിൽക്കുകയും ഞാൻ നിങ്ങളിലും വസിക്കുമെന്നൊക്കെ പറയുന്ന വചനത്തിൻ്റെ ഒരു ഇതാണ്. ഉടമ്പടിയിൽ സംഭവിക്കുന്നത് തന്നെ. അപ്പോൾ അത് ക്രമീകരിക്കപ്പെടുന്നു. അപ്പോൾ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ പരീക്ഷയെല്ലാം എഴുതി ദൈവം ക്രമീകരിക്കുന്നു. ഒപ്പം ഇത്രയേറെ ബുദ്ധിമുട്ടുണ്ട്. ലൈറ്റ് വെയ്റ്റിംഗ് എന്ന് പറയുന്ന ഉടമ്പടിയിൽ വല്ലാത്തൊരു സംഭവമുണ്ട്. അതായത് ഇത്രയും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ തീക്ഷ്ണതയോടെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു. ഒപ്പം മാതാവിൻ്റെ വലിയൊരു പ്രസൻസ് ഉടമ്പടി വസ്തുക്കളിലൂടെ ലഭിച്ചു എന്നും പറഞ്ഞത് ഏറെ പ്രത്യേകിച്ച് ഇതിൽ കൃപാസനം പത്രം എന്നത് തന്നെയാണ് പറയുന്നത്. അപ്പം അങ്ങനൊരു പ്രസൻസ് അനുഭവിക്കാൻ പറ്റണു. ഏറ്റവും അവസാനം ഇന്നേ അൾത്താര വരെ വന്ന് നിൽക്കുമ്പം ഒരുപാട് അനുഭവങ്ങളുമായിട്ട്, ഒരു പക്ഷേ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതൊരു വിഷയമേ അല്ല. കർത്താവ് ചില ഉപമകൾ അവസാനിപ്പിക്കുമ്പോൾ പറയും, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. ഒരു പക്ഷേ ചില സാക്ഷ്യങ്ങൾ അങ്ങനെയാണ്. വിശ്വസിക്കുവാനുള്ള എല്ലാ യുക്തിയും വ്യക്തമായിട്ട് ഒരു പ്രൊഫഷണൽ നേഴ്സായതുകൊണ്ട് തന്നെ വിത്ത് ഡോക്യുമെൻറ്റ്സിൽ കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഇതാണ് സംഭവിച്ചത്, ഇങ്ങനെ സംഭവിക്കണം. കാരണം അവർ പഠിച്ചവരാണ്. അപ്പോൾ അത്രയും ബോധ്യത്തിൽ പറയുന്നു. ഇനി ദൈവം തിരഞ്ഞെടുത്ത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അഭിഷേകം ലഭിക്കട്ടെ, ദൈവം തിരഞ്ഞെടുക്കേണ്ടത് പ്രാർത്ഥിക്കുന്നു. നേരെ പ്രത്യേകിച്ച് നമ്മൾ കേട്ട സാക്ഷ്യത്തെ പ്രതിയും ദൈവം ഇടപെട്ട് ഈ മാർഗത്തെ പ്രതിയും, നേരെ പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച ആ വിശ്വാസത്തിൽ ലഭിച്ച ഇത്രയും അനുഭവങ്ങളെയും പ്രതി നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.